Welcome to the channel Swasta Foods. ഹായ് എവരിവൺ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ അച്ചാറാണ്. അപ്പം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും എങ്ങനെ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് നോക്കാം. മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 4 മാങ്ങ എടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അതിലോട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് വെക്കാം. കുറച്ച് ഉപ്പിട്ടാൽ മതി. കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് അരമണിക്കൂർ നല്ലോണം മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ വെക്കാം. ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് അരമണിക്കൂർ വെക്കുക. അപ്പം അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി എണ്ണ നല്ല ചൂടായി കഴിയുമ്പം കടുകിടാം. എണ്ണ ചൂടായി കഴിയുമ്പം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പം വെളുത്തുള്ളി ഞാൻ ഇവിടെ 6 വെളുത്തുള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇടാം. വെളുത്തുള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് ജസ്റ്റ് ചൂടാക്കുക. ഇപ്പോൾ ഇതിനകത്തിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു 3½ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിട്ട് കൊടുക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചതാണ്. 1/2 ടീസ്പൂൺ കായം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കടുക് പൊടിച്ചത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ ഉപ്പിട്ടതാണ്, അപ്പോൾ അതനുസരിച്ച് വേണം ഉപ്പിടാൻ. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്യുക. മാങ്ങ അച്ചാർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് BP ഉള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് മാങ്ങ അച്ചാർ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇത് കുറച്ച് സമയം ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് തന്നെ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുന്നവരാണെങ്കിൽ ആദ്യം കുറച്ച് സമയം ഒരു ദിവസം വെളിയിൽ തന്നെ വെച്ചിട്ട് ഉപ്പെല്ലാം പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്ലാസിൻ്റെ ബൗൾ ഡബ്ബയിലിട്ടിട്ട് അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.